10ാം ക്ലാസ് ക്വാളിഫിക്കേഷനിൽ യൂണിഫോം തസ്തികകളിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വന്നിട്ടുള്ള ഒരു സുവർണാവസരം തന്നെയാണ് നമ്മുടെ പ്രസൻ ഓഫീസറിൻ്റേത്. അപ്പോൾ ഗസറ്റ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ 15/12/2021 ഇതിൻ്റെ ഗസറ്റ് ഡേറ്റ് വന്നിട്ടുള്ളത്. ഒരുപാട് പേര് ഇതിനകം തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. എന്നാലും അതിൻ്റെ ഫിസിക്കലിൻ്റെ കാര്യവും അതേപോലെ സിലബസിൻ്റെ കാര്യങ്ങളൊക്കെ കൂടി ചേർത്തുകൊണ്ട് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണിത്. ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 19/1/2022 19/1/2022 എന്ത് ചെയ്യേണ്ടത്, ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ആവുന്നത്. അതിനു മുന്നേ തന്നെ തീർച്ചയായിട്ടും എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു അസിസ്റ്റൻറ്റ് പ്രസൻ ഓഫീസർ എന്ന് പറയുന്ന ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് പ്രസനാണ്. കേരള പോലീസിൻ്റെ പ്രസൻ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് വരുന്ന തസ്തികയാണ് അസിസ്റ്റൻറ്റ് പ്രസൻ ഓഫീസർ എന്ന് പറയുന്നത്. സാലറി സ്കെയിലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 20,000 മുതൽ 45,800 വരെ വരുന്ന സാലറി സ്കെയിലാണ് നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രസൻ ഓഫീസറിൻ്റെ സാലറി സ്കെയിൽ. നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസീസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് 30 വേക്കൻസികൾ മാത്രമേ നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രസൻ ഓഫീസറിനുള്ളൂ. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് പരിശ്രമിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസിലേക്ക് നോക്കാം. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് നമുക്കറിയാം സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഡയറക്റ്റ് അപ്പോയിൻമെൻറ്റ് തന്നെയാണ്. പ്രായത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 18 മുതൽ 36 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അതിൻ്റെ ഏജാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2/1/1985 മുതൽ 1/1/2003 വരെ ജനിച്ച ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ ഒരു തസ്തികയിലേക്ക് നിലവിൽ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ക്വാളിഫിക്കേഷൻ്റെ കാര്യം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ പറയുന്നത് പാസ് SSLC ആണ് കേട്ടോ. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ കഴിയും, ഈ ഒരു യൂണിഫോം തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഫിസിക്കലിൻ്റെ കാര്യം, ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. 165 സെൻറ്റിമീറ്റർ ഉയരം വേണം. അതുപോലെ തന്നെ ചെസ്റ്റ് എക്സ്പാൻഷൻ 81.3 സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഷൻ വേണം. 5 സെൻറ്റിമീറ്ററോളം എക്സ്പാൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ 81.3 സെൻറ്റിമീറ്റർ വേണം വിത്ത് 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഐസൈറ്റ്, നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തിയെക്കുറിച്ച് ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മസ്റ്റ് ഹാവ് ബീൻ സർട്ടിഫൈഡ് ടു പ്രോസസ് ദ വിഷ്വൽ സ്റ്റാൻഡേർഡ് സ്പെസിഫൈഡ് ഗിവൺ ബിലോ. ഓക്കെ, അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള ഈ വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ഐയുടെയും റൈറ്റ് ഐയുടെയും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്. കാഴ്ചയുടെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലെന്തെങ്കിലും ഡിഫക്റ്റ് ഉള്ളവർ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ അത് പരിഹരിച്ചുകൊണ്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഫിസിക്കലിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ആദ്യം വരുന്ന കുറച്ച് ഐറ്റംസ് എന്ന് പറയുന്നത് 100 മീറ്റർ ഓട്ടം വരുന്നുണ്ട്. അത് 14 സെക്കൻഡിനകത്താണ്. പിന്നെ ഹൈ ജമ്പ് വരുന്നുണ്ട് 132.2 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ ലോങ് ജമ്പ് വരുന്നുണ്ട് 455.2 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ ഷോർട്ട് പുട്ട് വരുന്നുണ്ട്. ഷോർട്ട് പുട്ട് 7 കിലോഗ്രാമിൻ്റെ ഷോർട്ട് പുട്ട് നമ്മൾ 600 മീറ്ററാണ്. 609.6 സെൻറ്റിമീറ്ററാണ് ഇത് എറിയേണ്ടത്. പിന്നെ റോപ്പ് ക്ലൈമ്പിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റോപ്പ് ക്ലൈമ്പിംഗ് 365.8 സെൻറ്റിമീറ്ററാണ്. ത്രോയിങ് ക്രിക്കറ്റ് ബോൾ വരുന്നുണ്ട്. അത് 6096 സെൻറ്റിമീറ്ററാണ് എറിയേണ്ടത്. പുള്ളപ്പ് വരേണ്ടത് 8 പ്രാവശ്യമുണ്ട്. 8 പ്രാവശ്യം നമ്മൾ പുള്ളപ്പ് ചെയ്യണം. അവർ പറയുന്ന ടൈമിംഗ് അനുസരിച്ച് പുള്ളപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഫിസിക്കലിൻ്റെ കാര്യം വരേണ്ടത്. പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് പോകാൻ നേരത്തെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു ആവശ്യമാണ്. അത് നമ്മുടെ എക്സാം കഴിഞ്ഞ് നമ്മുടെ ഫിസിക്കൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മെഡിക്കൽ ഫിറ്റ്നസിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി തന്നെ എഴുതി വച്ചേക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രസൻ ഓഫീസറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് വീഡിയോയുടെ കൂടെ തന്നെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചതാണ്. പക്ഷേ ഇതിനകത്ത് ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നതുകൊണ്ടാണ് ഇത് രണ്ടാമതൊരു വീഡിയോയ്ക്ക് ചെയ്തത്. തീർച്ചയായിട്ടും ഇനിയും അപ്ലൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഈ പുതിയ വീഡിയോസും നോട്ടിഫിക്കേഷൻസൊക്കെ ആയിട്ട് നിങ്ങളിലേക്ക് എത്താം. ദൂരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.